മാരുതി സുസുക്കി ബ്രീസ സ്റ്റിയറിംഗ് ടൈറ്റ് ആണ്. ഇത് പിടിച്ച് പിടിച്ച് സ്റ്റക്കായാണ് വർക്കാവുന്നത്. ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യും നമ്മളെ കയ്യിൽ. കണ്ട ഇതുപോലെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഒരു പിടുത്തം പോലെ നമുക്ക് തോന്നും. അതിനെ ഇന്ന് ഇളക്കി നമുക്ക് സർവീസ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഒന്ന് ഓട്ടിച്ച് ട്രയൽ കാണിച്ചു തരാം. ഇത് ശരിക്കും നിങ്ങൾക്കത് അറിയാം. എല്ലാം ബ്രീസയുടെ സ്റ്റിയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ഇത് കണ്ടോ, സ്റ്റക്കായിട്ടാണ് വർക്കാവുന്നത്. ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇത് കണ്ടോ, നമ്മളിങ്ങനെ പിടിച്ച് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും. ഒരു പിടുത്തമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ് എല്ലാ വണ്ടിക്കും. അപ്പോൾ നമുക്കിത് ഇളക്കിയിട്ട് കോള സർവീസ് ചെയ്യണം. ഇന്നത്തെ ഒരു വർക്ക് അതാണ്. ഇത് കോള ഇളക്കാൻ വേണ്ടി ഞാൻ ക്ലസ്റ്റർ എല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ഇളക്കി മാറ്റി. മോട്ടറൊക്കെ ഇത് എവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് നമുക്ക് ടൈറ്റ് വരുന്നത്. ഇത് കണ്ടോ, ഈ കോളത്തിലാണ് ടൈറ്റ് വരുന്നത്. ഇതിനാണ് നമുക്ക് ഇളക്കിയിട്ട് സർവീസ് ചെയ്യേണ്ടത്. കോളം ഞാൻ അങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് സാധനം. ഇതിലാണ് ടൈറ്റ് ഉള്ളത്. നല്ല ടൈറ്റാണ്. നമുക്ക് കറക്കുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് വിട്ട് വർക്കാവുന്നത്. ടേബിളിലോട്ട് എടുക്കാം. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കോഴ്സ്. ഞാൻ ഇപ്പോൾ മോട്ടറൊക്കെ ഇളക്കിയിട്ട് ഇതിനെ ഒരു ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ ഫ്രീ ആക്കി നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മളിത് കറക്കണ സമയത്ത് ഇത് ഫ്രീ ആയിട്ട് കറങ്ങേണ്ട സാധനം ഫുള്ള് സ്റ്റക്കായാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, മാരുതിയുടെ എല്ലാ വണ്ടിക്കുള്ള ഒരു ഫോൾട്ടാണ് ഈ സാധനം. ഇങ്ങനെ ഒരു 50,000, 30,000, 40,000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കോളം കംപ്ലൈൻ്റ് ആയിട്ട് ഇതുപോലെ ടൈറ്റ് വരും. പിന്നെ ഇത് ഫ്ലെക്സിബിൾ അല്ല. വേറെ ശക്തിയായിട്ട് താഴോട്ട് അമർത്തുമ്പോഴാണ് കണ്ട എല്ലാം കൂടെ ഇരുന്ന് കുലുങ്ങുന്നുണ്ടോ. ഇത് നല്ല ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോകേണ്ട സാധനമാണ് കേട്ടോ. ഇതിനെയാണ് നമുക്ക് കറക്കി വിടുന്ന സമയത്ത് ഇത് പമ്പരം പോലെ കറങ്ങണം. അപ്പോഴാണ് ഇത് അടിപൊളിയാവുന്നത്. അതിന് നമുക്കിത് കോള ഇളക്കിയിട്ട് റിപ്പയർ ചെയ്യാം. കണ്ടോ, ജസ്റ്റ് കറക്കാൻ നോക്കണതാണ്. എല്ലാം കൂടെ കൊണ്ട് പൊങ്ങുന്നുണ്ടോ. കണ്ടോ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കണക്ക് വെച്ച് അതേപോലെ ഇരിക്കും. പിന്നെ ഒരു വൈബ്രേഷനും ഉണ്ടാവും. ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കിടുക്കം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കോളത്തിൻ്റെ ഈ പല്ലാണ് നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നത്. ഇതുണ്ടോ, പഴയ ഗ്രീസ് ഉണ്ട്, ഒരുമാതിരി കളറൊക്കെ മാറി. ഇതിന് നമുക്ക് പുതിയ ഗ്രീസ് ചെയ്യണം. ഇതിൽ കുറച്ച് പേപ്പറൊക്കെ ഇട്ടൊന്ന് ക്ലീനാക്കി നല്ല ഫ്രീ ആക്കി എടുക്കണം. അപ്പോൾ ഇത് അടിപൊളിയാവും. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീറിങ്ങിനെ കറക്കി കൈ കൊണ്ട് വിടുന്ന സമയത്ത് ഇത് പമ്പരം പോലെ കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അപ്പോഴാണ് ഇത് സ്മൂത്ത് ആവുന്നത്. അങ്ങനെയാണ് വണ്ടി കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വരുന്നത്. അതാണ് അതിൻ്റെ ഒറിജിനൽ ഫിറ്റിങ്സ്. നമുക്കൊന്ന് ഫ്രീ ആക്കാം. ഞാനിപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീസൊക്കെ ചെയ്തിട്ടേ ഇപ്പോൾ കറങ്ങുന്നുണ്ടോ നന്നായിട്ട്. നേരത്തെ ആണെങ്കിൽ ഇത് ഫുൾ ടൈറ്റായിരുന്നു. നമുക്ക് ഒരു കൈകൊണ്ടൊന്നും കറക്കാനേ പറ്റത്തില്ല. ഞാൻ നേരത്തെ സ്റ്റിയറിംഗ് എടുത്ത് വെച്ചിട്ട് പോലും ഇത് കറങ്ങിയില്ല. അപ്പോൾ ഇത് സ്മൂത്ത് ആയത് കണ്ടോ. ഇതുപോലെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് കറക്കി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ കറങ്ങി പോകും. ഇതിപ്പോൾ ഞാൻ മോട്ടർ വരെ ഇട്ട് മുറുക്കിയിട്ടുണ്ട്. മോട്ടർ ഇടുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് കൂടും, എന്നാലും നമുക്കത് ഫ്രീ ആവും. ഇത് നോക്കിയോണേ, നേരത്തെ ഇത് കറക്കി വിടാനേ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ കണ്ട സ്മൂത്തായിട്ട് കറക്കി വിട്ടാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കറക്കി കൈ എടുത്താലും അത് റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ശരിക്കുള്ള വർക്കിംഗ്. ഇനി അത് സ്മൂത്തായിരിക്കും അവിടെ. നമുക്ക് വണ്ടിയിൽ വെച്ചിട്ട് നോക്കാം. നേരത്തെ തന്നെ ബ്രീസയ്ക്കുള്ള എല്ലാ വണ്ടിക്കും ഇങ്ങനെ പിടിച്ചാണ് വർക്കാവുന്നത്. ഇങ്ങനെ സ്റ്റക്കായി. നമുക്കിത് സർവീസ് ചെയ്യാൻ പറ്റും. ഇത് മാറ്റണമെങ്കിൽ നല്ല പൈസ എക്സ്പെൻസ് ഉണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനെ സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഇത് സ്മൂത്താണിത്. ഇപ്പം ഇത് കണ്ട കൈ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ആ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്യുന്നില്ല. നേരത്തെ ആണെങ്കിൽ ഇത് പിടിച്ചായിരുന്നു. ഇപ്പം നമ്മൾ ഒരു സൈഡ് ചരിച്ചങ്ങ് വിട്ട് കൊടുത്ത് നേരെ അങ്ങ് പോയി നിൽക്കും. സ്മൂത്താണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഓട്ടിക്കാൻ പറ്റും. ഇത് നമുക്കിത് നന്നായിട്ട് സർവീസ് എടുക്കാൻ പറ്റും. മാറ്റിക്കളയേണ്ട ആവശ്യമില്ല. നല്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് ഒരു നോയ്സോ ഒന്നുമില്ല. തിരിച്ചു കഴിഞ്ഞാൽ വളരെ സ്മൂത്താണ്. ഇത് നന്നായിട്ട് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഒരു നോയ്സ് ഉണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ നല്ല നോയ്സ് വരും. നമ്മൾ തിരിക്കുന്ന സമയത്ത് ഇത് തിരിച്ചെന്ന് പോലും അറിയണ്ടാവില്ല. കമ്പനി എങ്ങനെയാണ് ഇറക്കുന്നത് അതേപോലെ പുതിയത് വെച്ചണക്കുണ്ട്. ഞാൻ ഇതിന് വല്ല നോയ്സ് വല്ലതും ഉണ്ടോ എന്ന് കാണിച്ചുതരാം. ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ തിരിക്കുന്നുണ്ട്. എന്നിട്ട് അടിയിൽ കോളത്തിൻ്റെ അടുത്തോട്ടൊന്ന് പോകണേ. ഇത് കോളമാണ്. ഇതാണ് കോളം. ഇവിടെയാണ് സൗണ്ട് വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നത്. ഇപ്പോൾ സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ടോ. അതേ തിരിക്കുന്ന സമയത്ത് ഒരു കിരികിരി സൗണ്ടൊക്കെ വരും. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോയ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് സ്മൂത്താണ്.
ഇനി അടിപൊളിയായിട്ട് ഓട്ടിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ള നല്ല നല്ല വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.